റോസിൻ്റെ കുറേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. ഞാൻ വീണ്ടും ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിൽ കരിമീൻ കറി വയ്ക്കുന്നതാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കരിമീൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കിൻ മാറ്റാൻ പറ്റിയില്ല. അതിൻ്റെ പുറത്തുള്ള സാധനങ്ങൾ, ആ ചെതുമ്പലുകളെന്ന് പറയും, അതിനെല്ലാം ചെത്തിക്കളഞ്ഞു കത്തിയിട്ട്. എന്നിട്ട് ഒരു മീൻ ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് കട്ട് ചെയ്തിട്ട്. മറ്റത് ഞാൻ പറഞ്ഞില്ലേ, പുതിയ രീതിയിൽ മാങ്ങയിട്ട് വയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി അരയ്ക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് തിരികെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ടൊമാറ്റോയും കൂടി, ഒരു മീനിന് വേണ്ടിയിട്ടാണ് ടൊമാറ്റോയും, പുളി ചേർക്കുന്നതല്ല, ചെറിയ ഉള്ളിയും, പിന്നീട് വറുക്കാത്ത മല്ലിപ്പൊടി 1 സ്പൂൺ, പിരിയം മസാല, അതായത് കാശ്മീരി മസാല, കാശ്മീരി മുളകിൻ്റെ പൊടി വറുക്കാത്തത് 1 സ്പൂൺ. അത് 1 സ്പൂൺ മതിയായാലും 1.5 സ്പൂൺ കൂടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് മാങ്ങയും പച്ചമുളകും. ഞാൻ അരച്ചെടുത്ത അരപ്പ് തിളച്ച് വന്ന അരപ്പിൽ മാങ്ങ ചേർക്കണം. അതും തിളച്ച് വരുമ്പോൾ മാത്രമാണ് മീൻ കഷ്ണങ്ങൾ ചേർക്കുന്നത്. ഞാൻ അരപ്പിനോടൊപ്പം ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി, പച്ചമുളക് എന്നിവ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഒരു മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ആണെങ്കിൽ ഇതേ പുതിയ മോഡലിൽ കറി വയ്ക്കുന്നത്. അങ്ങയിട്ട കറിയും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മീൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തിളച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാം. മീൻ കുറുകിക്കൊണ്ടിരിക്കുന്നു. പുളി ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലെ മാങ്ങയിലെ പുളിയും ടൊമാറ്റോയിലെ പുളിയും എല്ലാം കൂടെ ചേർന്ന് ഇതിനാവശ്യമുള്ള, വളരെ കുറച്ചല്ലേ ഉള്ളൂ ക്വാണ്ടിറ്റി, അതുകൊണ്ട് അതിനുള്ള പുളി അതിൽ ചേർന്നിരിക്കും. ഞാൻ ഉപ്പ് നോക്കി കുറവായിരുന്നു ഒഴിച്ചു. ഇനി കുറച്ച് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഇതിന് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കുറുക്കി എടുത്തിട്ട് വാങ്ങാം. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിന് കുറച്ചുകൂടെ കുറയുമ്പോഴേക്കും വാങ്ങും. അത് കഴിഞ്ഞ് ചോറും ഈ മീനും മാത്രമാണ് എൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം. വേറെ ഒന്നും ഞാൻ വയ്ക്കുന്നില്ല. ശരി, അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.